പല ആവശ്യങ്ങൾക്കായി നമ്മൾ പശ ഉപയോഗിക്കാറുണ്ടല്ലേ? ഈ പശ കാശ് മുടക്കി പുറത്തുനിന്ന് വാങ്ങുകയാണ് പതിവ്. ഇനി മുതൽ പശ വീട്ടിൽ തയ്യാറാക്കിയാലോ? എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. മൈദ, ബേക്കിംഗ് സോഡ, പഞ്ചസാര, വെള്ളം എന്നിവയാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ല കട്ടിയുള്ള കുറുകിയ പാകത്തിന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വീണ്ടും യോജിപ്പിക്കാം. ഇനി ഇത് സ്റ്റവിൽ വെച്ച് ചൂടാക്കണം. കുറഞ്ഞ തീയിൽ ഇത് കുറുക്കിയെടുക്കാം. നല്ല കുറുകി കട്ടിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പശ ഇവിടെ തയ്യാറാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ടുണ്ട്. 2 പേപ്പറും ഈ കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇതിൽ പശ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പേപ്പർ നമുക്ക് ഒട്ടിക്കാം. പശ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു കുപ്പിയുടെ അടപ്പിലും ഒട്ടിച്ചു നോക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഒട്ടി വന്നിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഇതൊന്ന് വേർപെടുത്തി എടുക്കാൻ നോക്കാം. ഇവിടെ എല്ലാം തന്നെ നന്നായി ഒട്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേർപെടുത്താൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് പശ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.